വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സയൻസിൻ്റെ ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ലെസണാണ്. ഈ ലെസണിൽ നമ്മൾ പറയുന്നത് വൈദ്യുതിയും അതിൻ്റെ വിവിധ ഉപയോഗങ്ങളും, ഒപ്പം തന്നെ ബാറ്ററി, ടോർച്ച്, പിന്നെ ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, ഈ ടേംസ് ഒക്കെയാണ് നമ്മൾ ഈ ലെസണിൽ സംസാരിക്കുന്നത്. നമുക്ക് ലെസണിലേക്ക് പോവാം. അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മൾ ഇലക്ട്രിസിറ്റി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മുടെ ജോലികൾ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം എന്തെങ്കിലും അരിയോ ഒക്കെ അരയ്ക്കണമെങ്കിൽ മിക്സിയിലേക്ക് ഇടും. മിക്സി എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്. നമുക്ക് വെള്ളം കിണറ്റിൽ നിന്നും കോരാൻ ഉള്ള ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടർ വെക്കുന്നു. മോട്ടറാണ് പിന്നെ വെള്ളം പമ്പ് ചെയ്ത് നമ്മുടെ വീടിന് മുകളിലുള്ള ടാങ്കിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതും എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ പ്രയാസമുള്ള ജോലികൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നമ്മളെ സഹായിക്കുന്ന ഒരു മീഡിയമാണ്, ഒരു മാധ്യമമാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമുക്കിത് തന്നെയല്ല, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് രാത്രിയിൽ ലൈറ്റ് തരുന്നു എന്നുള്ളതാണ്. ലൈറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഇങ്ങനെ രാത്രി നമുക്ക് ലൈറ്റ് തരുന്നതുകൊണ്ട്, ഇലക്ട്രിസിറ്റി മൂലം നമുക്ക് ലൈറ്റ് തരുന്നതുകൊണ്ട് നമ്മുടെ വീടുകളിലെ, ഓഫീസുകളിലെ, മാർക്കറ്റുകളിലെ, ഫാക്ടറികളിലെ എല്ലാം ആഫ്റ്റർ സൺസെറ്റ്, അതായത് അസ്തമനം കഴിഞ്ഞിട്ടും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നു അല്ലേ. A power station produces us with electricity. However, the supply of the electricity may fail or it may not be available at some places. In such situation, a torch is sometimes used for providing light. ഇനി ചില സമയത്ത് പവർ സ്റ്റേഷൻ ഫെയിൽ ആയാൽ, അതായത് വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, അല്ലെ ചില സ്ഥലങ്ങളിലൊന്നും ഇലക്ട്രിസിറ്റി എത്താൻ വരുമ്പോൾ ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അല്ലേ, ചില സമയത്തൊക്കെ നമുക്ക് കറണ്ട് പോകാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാന്നറിയാമോ? ടോർച്ചാണ് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെർട്ടറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഇൻവെർട്ടർ ഒന്നും ഇല്ലാത്ത സമയത്ത് ടോർച്ചിനെ മാത്രമായിരുന്നു നമ്മൾ രാത്രിയിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എ ടോർച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എ ടോർച്ച് ഹാസ് എ ബൾബ് ആൻഡ് ലൈറ്റ് അപ്പ് വെൻ ഇറ്റ് സ്വിച്ച് ഓൺ. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതാണ് ഒരു ബൾബ് കത്തി നിൽക്കുക. ഒരു റിഫ്ലക്ടറിനകത്ത്, ഒരു ഗ്ലാസ്സിനകത്ത് ബൾബ് കത്തി നിൽക്കുന്ന ഒരു ഡിവൈസാണ് ടോർച്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രണ്ട് ടൈപ്പ് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പഠിച്ചു. ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന മോട്ടറും മിക്സിയും ഒക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, അതിനെ നമ്മൾ AC എന്ന് പറയും, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അത് കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത്, നോക്കി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണിത്, ഇദ്ദേഹമാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 1752 ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്. അതേസമയം നമ്മൾ ടോർച്ച് ലൈറ്റ് എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററി ഇടുന്നത്, നമ്മൾ ബാറ്ററി എന്നാണ് അതിന് പറയുന്നത്, ബാറ്ററി എന്നാണ് പറയുന്നത്. അത് ആ അതിനെ നമ്മൾ DC എന്നാണ് പറയുന്നത്, DC കറണ്ട്, ഡയറക്റ്റ് കറണ്ട്. അത് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ACയും DCയും ഉണ്ടെന്ന് ഓർക്കുക. AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ ഈ AC കണ്ടുപിടിച്ച ആളാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, DC കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസണും ആണ്. അപ്പോൾ ഈ രണ്ട് സയൻറ്റിസ്റ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ബേസ് ചെയ്ത് കാണുന്ന ഒരു പിക്ചറാണിത്, ഒരു ഡേഞ്ചർ സിഗ്നൽ. എന്താണെന്ന് ഇത് പറയുന്നത്, ഈ സിഗ്നൽ വെച്ചിരുന്നുണ്ടെങ്കിൽ ആ പ്ലേസസ് നമ്മൾ വളരെ ശ്രദ്ധയോടും കൂടെ ഹാൻഡിൽ ചെയ്യണം എന്നാണ്. യു മൈറ്റ് ഹാവ് സീൻ ദ ഡേഞ്ചർ സൈൻ ഷോൺ ഹിയർ ഡിസ്പ്ലേസ്ഡ് ഓൺ പോൾസ്, ഇലക്ട്രിക് സിറ്റുവേഷൻസ് ആൻഡ് മെനി അതർ പ്ലേസസ്. അതായത് നമ്മളെ ഇലക്ട്രിക് തൂണുകളിൽ, പോൾ എന്ന് പറഞ്ഞാൽ തൂണുകളിലുമൊക്കെ ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഇതിനെന്താ കാര്യം എന്ന് അറിയാമോ? അത് ആൾക്കാരെ ഇത് വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യണം ആ സ്ഥലങ്ങളൊക്കെ എന്നാണ്. ഒരിക്കലും കെയർലെസ് ആയിട്ട്, ഒരു അശ്രദ്ധമായിട്ട് ഒന്നും ചെയ്യരുത്. ഇലക്ട്രിസിറ്റി ഹാൻഡിൽ ചെയ്യൽ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഡിവൈസസ് ഹാൻഡിൽ ചെയ്യൽ, അതെന്താണ് അങ്ങനെ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ
മുറിവുകളും ഈവൻ ഡെത്ത് തന്നെ, മരണം തന്നെ സംഭവിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഒരു കാരണവശാലും സോക്കറ്റുകളിൽ, അതായത് പ്ലഗ് പോയിൻറ്റുകളിലൊന്നും നമ്മൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ടൊന്ന് വയർ കുത്തുകയോ ഒന്നും ചെയ്യരുത്. പിന്നെ അതുപോലെ നമ്മൾ വിചാരിക്കും, ഇതിപ്പം ഇങ്ങനെയല്ലേ ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന അല്ലെ ഇൻവെർട്ടറിൽ നിന്ന് കിട്ടുന്ന കറണ്ടിന് കുഴപ്പമുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അതിലൊന്നും പരീക്ഷണങ്ങൾ നടത്താൻ മുതിരരുത്. പിന്നെന്താണ്, നമുക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെങ്കിൽ ടോർച്ച് സെൽ അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. ഇനി ആ ഇലക്ട്രിക് സെൽ അല്ലെങ്കിൽ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് 2 സെൽസ് ചേരുമ്പോഴാണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണയായി ഒരു സെല്ലിനും ബാറ്ററി എന്നാണ് പറയുക. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ടു ദ ബൾബ് ഇൻ എ ടോർച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രിക് സെൽ. ഇലക്ട്രിക് സെൽസ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ അലാം ക്ലോക്ക്, റിസ്റ്റ് വാച്ച്, ട്രാൻസിസ്റ്റർ റേഡിയോസ്, ക്യാമറാസ് ആൻഡ് മെനി അതർ ഡിവൈസസ്. നമ്മൾ ഈ പിക്ചർ തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഇലക്ട്രിക് സെല്ലാണ്. അപ്പോൾ ഇലക്ട്രിക് സെല്ലിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു മെറ്റൽ ക്യാപ്പാണ്, ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നത്. ഇതൊരു മെറ്റൽ ക്യാപ്പും പിന്നെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മെറ്റൽ, ഇതിൻ്റെ താഴ്ഭാഗമായിട്ട് കാണുന്ന ഒരു മെറ്റൽ ഡിസ്കുമാണ്. ഈ മെറ്റൽ ക്യാപ്പിന് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ് ടെർമിനൽസ്. 2 ടെർമിനൽസാണ് ഒരു സെല്ലിനുള്ള, ഇലക്ട്രിക് സെല്ലിനുള്ളത്. ഒന്ന് പോസിറ്റീവും മറ്റേത് നെഗറ്റീവ്. അപ്പോൾ ക്യാപ്പായിട്ടുള്ളത്, ഈ മെറ്റൽ ക്യാപ്പായിട്ടുള്ളത് എന്താണ്? പോസിറ്റീവും. മെറ്റൽ ഡിസ്ക് ആയിട്ടുള്ള ഏറ്റവും താഴെ കാണുന്നതും എന്താണ്? മെറ്റൽ ഡിസ്ക് നെഗറ്റീവ് ടെർമിനലും ആണ്. The metal disc is the negative terminal and metal cap is positive terminal. An electric cells have 2 terminals, a positive terminal and a negative terminal. An electric cell provides electricity from the chemicals stored inside it. When the chemicals in the electric cell are used up, the electric cell stop producing electricity. This electric cell then has to be replaced with the new one. ഇനി നമ്മൾ പറയുന്നത് ഈ ഇലക്ട്രിക് സെല്ലിന് നമുക്കറിയാം കറണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പവർ സ്റ്റേഷൻ വഴി വയറുകളിലൂടെ നമ്മുടെ വീടുകളിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ ഈ ടോർച്ച് ലൈറ്റിലേക്ക് നമുക്ക് കറണ്ട് കൊണ്ടുതരുന്നത് ഈ ബാറ്ററിയിലൂടെയാണ്. ഈ ബാറ്ററിക്കകത്ത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. അതിനകത്ത് കുറച്ച് കെമിക്കൽസ് ആണുള്ളത്, രാസവസ്തുക്കളാണ് ഉള്ളത്. ആ രാസവസ്തുക്കളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. എ ടോർച്ച് ബൾബ് ഹാസ് ആൻ ഔട്ടർ കേസ് ഓഫ് ഗ്ലാസ് ദാറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ ദ മെറ്റാലിക് ബേസ്. ഇനി ഒരു ടോർച്ചിന് ബാറ്ററി മാത്രമല്ല, ഒരു ബൾബ് ഉണ്ടാവും. ഇങ്ങനെ ഇതിനകത്തൊരു ഫിലമെൻ്റ് ഉണ്ടായിരിക്കും, അതായത് നേർത്ത കമ്പി ഫിലമെൻ്റ് ഉണ്ടായിരിക്കും. പിന്നെ 2 ടെർമിനൽസും ഉണ്ട്. ചിലതിനെയൊക്കെ ടെർമിനൽസ് ഇങ്ങനെ 2 ഭാഗത്തായിട്ടാണ്, ചിലത് മുകളിലും താഴെയുമായിട്ടാണ്. അത് നിങ്ങൾക്ക് ബൾബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് ഇങ്ങനെ ചിലപ്പോൾ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗമുണ്ട്, ഇതായിരിക്കും 2 ടെർമിനൽ. അകത്തുള്ളത് എന്താണ്? ഫിലമെൻറ്റുമാണ്. And take a torch and ഒരു ആക്ടിവിറ്റിയാണ്. ടേക്ക് എ ടോർച്ച് ആൻഡ് ലുക്ക് ഇൻസൈഡ് ദ ബൾബ്. യു ക്യാൻ ഓൾസോ ടേക്ക് ഔട്ട് ദ ബൾബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. വാട്ട് ഡു യു നോട്ടീസ്? ഡു യു ഫൈൻഡ് എ തിൻ വയർ ഫിക്സ്ഡ് ഓൺ ദ മിഡിൽ ഓഫ് ദ ഗ്ലാസ് ബൾബ്? നൗ സ്വിച്ച് ദ ടോർച്ച് ഓൺ ആൻഡ് ഒബ്സർവ് വിച്ച് പാർട്ട് ഓഫ് ദ ബൾബ് ഈസ് ഗ്ലോയിങ്. ഇനി നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആ ബൾബിൻ്റെ ആ മെറ്റൽ പാർട്ടിലെ ചെറിയ നൂൽക്കമ്പി പോലെ ഇരിക്കുന്ന ഭാഗം അതാണ് കത്തുന്നത്. അതിനെയാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ദ തിൻ വയർ ദാറ്റ് ഗിവ്സ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ഫിലമെൻറ്റ്. അപ്പോൾ ആ ബൾബിൻ്റെ ഫിലമെൻ്റാണ് കത്തുന്നത്. അപ്പോൾ നമ്മൾ ടോർച്ച് സെൽ അല്ലെ ഇലക്ട്രിക് സെല്ലിൽ നിന്ന് ബാറ്ററിയിൽ നിന്നും കിട്ടുന്ന കറണ്ട് കൊണ്ട് ബൾബാണ് കത്തുന്നത്. ആ ബൾബിൻ്റെ ഏത് ഭാഗമാണ് കത്തുന്നത്? ഫിലമെൻറ്റ്, മെറ്റൽ പാർട്ടാണ് കത്തുന്നത്. ദ ഫിലമെൻറ്റ് ഈസ് ഫിക്സഡ് ടു 2 thicker wires which also provide support to it. As shown in the figure, one of these thick wires are connected to the metal case of the base of the bulb, and the other thick wire is connected to the metal tip at the center of the base. The base of the bulb and the metal tip of the base are 2 terminals of the bulb. These 2 terminals are fixed in such a way that they do not touch each other. The electric bulb used at home is also have similar design. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫിലമെൻ്റ് കത്തുന്നതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഇതിനകത്തിൽ വെളിച്ചം ഉണ്ടാകുന്നത്. ഇനി ഈ ബൾബിൽ തന്നെ
ഞാൻ പറഞ്ഞല്ലോ 2 ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളുണ്ടോ അത് 2 ടെർമിനൽസാണ്. ആ ടെർമിനൽസിലേക്കാണ് നമ്മൾ വയർ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ആ ഫിലമെൻറ്റ് ഉണ്ടാക്കുന്നിരിക്കുന്നത് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ്, ഒരു മെറ്റൽ കൊണ്ടാണ്. ടങ്സ്റ്റൺ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ ടങ്സ്റ്റൺ മാത്രമല്ല കേട്ടോ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന് പറയുന്ന LEDs, നമ്മൾ പറയത്തില്ല LED ബൾബാന്ന്, അതിൻ്റെ ഫുൾ ഫോം എന്താണ്? LEDയുടെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സും പിന്നെ എന്താണ് ടങ്സ്റ്റണുമാണ് ഈ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബൾബിനകത്ത് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. നെവർ ജോയിൻ ദ 2 ടെർമിനൽസ് ഓഫ് ദ ഇലക്ട്രിക് സെൽ വിത്തൗട്ട് കണക്റ്റിംഗ് ദം ത്രൂ എ സ്വിച്ച് ആൻഡ് ഡിവൈസ് ലൈക്ക് ബൾബ്. If you do so, the chemicals in the electric cell get used up very fast and the cell stop working. അതായത് നമ്മൾ എപ്പോഴും ഒരു സ്വിച്ച് ഉപയോഗിച്ച് മാത്രമേ ഈ സെല്ല് കണക്ട് ചെയ്യാവൂ. എന്താണെന്നറിയാമോ, ഈ സെല്ല് എപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ നമ്മളല്ലാതെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ വർക്ക് ചെയ്ത് അത് പെട്ടെന്ന് അതിനകത്തിലേക്ക് ആ ബാറ്ററിക്കകത്തിലെ അല്ലെ സെല്ലിനകത്തിലെ, ബാറ്ററി എന്നല്ല സെല്ലിനകത്തിലെ കെമിക്കൽസ് എല്ലാം യൂസപ്പായി പോയി, അത് പെട്ടെന്ന് സെല്ലില്ലാതായി അപ്പോൾ അത് വർക്ക് നിർത്തും. ഓക്കെ, ബൾബ് കണക്റ്റഡ് ടു ആൻ ഇലക്ട്രിക് സെൽ. ഒരു ബൾബിനെ ഇലക്ട്രിക് സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ടേക്ക് 4 ലെങ്ത് ഓഫ് ഇലക്ട്രിക് വയർ വിച്ച് ഡിഫറെൻ്റ്ലി കളേർഡ് പ്ലാസ്റ്റിക് വയറിംഗ്. റിമൂവ് ദ little of the plastic covering from each length of the wire at the end. This would expose the metal wire at the end of the length and fix the exposed part to wires to the cell and either two of the bulb shown in figure. നോക്കാം നമുക്ക്. അതായത് ഇതാണ് നമ്മൾ പറയുന്ന ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇതാണ്, നെഗറ്റീവ് ടെർമിനൽ ഇതാണ്. ഈ പോസിറ്റീവ് ടെർമിനലിലൂടെ ഒരു വയറും നെഗറ്റീവ് ടെർമിനലിലൂടെ ഒരു വയറും വെക്കും. അപ്പോൾ നമ്മൾ വയർ വെക്കുന്നുണ്ടെങ്കിൽ ഈ വയറിൻ്റെ കളേർഡ് പാർട്ട് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അത് 2 എൻഡിലെയും നമ്മൾ റിമൂവ് ചെയ്യണം. ആ പ്ലാസ്റ്റിക് കോട്ടെന്ന് പറയുന്നത് അതിനകത്തിലൂടെ കറണ്ട് കടന്നു പോകത്തില്ല. അപ്പോൾ കമ്പി ഭാഗത്തൂടെ മാത്രമേ കറണ്ട് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ അത്രയും ഭാഗം പ്ലാസ്റ്റിക് കോട്ടിങ് മാറ്റിയിട്ട് പോസിറ്റീവിലും നെഗറ്റീവിലും ടെർമിനലിലേക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന 2 വയറില്ലേ, ഈ 2 വയർ ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സ്റ്റിക്ക് ദ വയേഴ്സ് ടു ദ ബൾബ് വിത്ത് ടേപ്പ് യൂസ് ടു ബൈ ഇലക്ട്രീഷ്യൻസ്. നമ്മൾ ടേപ്പ് വല്ലതും എടുത്ത് ഒട്ടിച്ചത് കറക്റ്റായിട്ട് പോകാതെ വെക്കണം. Now connect the wires fixed to the bulb with these attached to the cell in 6 different ways. നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 6 രീതിയിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണേ. നോക്കിയേ, ഇവിടെ എന്ന് പറയുന്നത് ഈ 2 എണ്ണം ഈ ബൾബിൻ്റെ പച്ചയും കറുപ്പുമായിട്ടുള്ള, നമ്മൾ പച്ചയും കറുപ്പാണ് കണ്ടതല്ലേ. ഈ ബാറ്ററിയുടേത് നോക്കണം. ബാറ്ററിയുടേത് ഏതാണ്? ചുമപ്പും ഏകദേശം ഒരു ബ്ലൂ കളറുമാണേ. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ആദ്യം ഇങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ബൾബ് കത്തുന്നുണ്ട്. അടുത്തത് നോക്കി, ഇവിടെ ഒരു ഗ്യാപ്പ് വീണിട്ടുണ്ട് കണ്ടോ, അത് കൂട്ടിക്കെട്ടിയിട്ടില്ല അവിടെ, പക്ഷെ അന്നേരം ബൾബ് കത്തത്തില്ല. അടുത്തത് ഇവിടെ ഒരു ഗ്യാപ്പ് വീണു, അന്നേരം ബൾബ് കത്തുന്നില്ല. ഇവിടെ നോക്കി, ഈ 2 എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ കണ്ടോ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ഇതിന് കണക്ഷൻ ഒന്നുമില്ല, അന്നേരം ബൾബ് കത്തുന്നില്ല. ഇതിനാണ് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ഷൻ ഇല്ല, അന്നേരം ബൾബ് കത്തുന്നില്ല. ഓക്കെ, ലാസ്റ്റ് വൺ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലും കണക്റ്റഡ് ആണ്, അവ തമ്മിൽ കണക്റ്റഡ് ആണ്, ബൾബ് കത്തുന്നുണ്ട്. എന്താണ് ഇതിന് അർത്ഥം എന്ന് പറയുന്നത്? ഇതിനർത്ഥം എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലുണ്ട് ഒരു സെല്ലിന്, നെഗറ്റീവ് ടെർമിനലുണ്ട്. ഈ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലിനും കൂടെ കണക്റ്റ് ചെയ്തിരിക്കുകയാണ് ത്രൂ എ ബൾബ് അല്ലേ. ഇതിങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് ബൾബ് കത്തുന്നത്. ഈ സർക്യൂട്ട് നമ്മൾ സർക്യൂട്ട് എന്ന് പറയും. ഈ സർക്യൂട്ട് എവിടെയെങ്കിലും ഡ്രോപ്പായി പോയിട്ടുണ്ട്, ഇത് ഇവിടെ ഡ്രോപ്പായി പോയി, ഇവിടെ ഡ്രോപ്പായി പോയി, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ബൾബ്
കത്തുകയില്ല എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, അതായത് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കൂടെ ഉള്ള ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബൾബ് കത്തുകയുള്ളൂ. അപ്പോൾ ഈ ബൾബിന് കത്താനുള്ള ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ബാറ്ററിയിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ബാറ്ററി ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറയുന്നത്, ഇതിനകത്തിലെ കെമിക്കൽസ് എല്ലാം പെട്ടെന്ന് വർക്കായി ഈ ബാറ്ററി അങ്ങ് ഫ്യൂസായി പോകും. അതേസമയം ഇതിനിടയ്ക്ക് ഒരു സ്വിച്ച് ഉണ്ടെങ്കിലോ അത് നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററി കുറേ നാളുകൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയും ഇലക്ട്രിക് സർക്യൂട്ടിനെ കുറിച്ചാണ് കേട്ടോ. In activity 2, you connected one terminal of the electric cell to the other terminal through wires passing to and from the electric bulb. Note that in the arrangement shown in the figure 12.5 and F, the two terminals of the electric cells are connected to terminals of the bulb. Such an arrangement is an example of electric circuit. The electric circuit provides a complete path for electricity to pass. അതായത് കറണ്ടിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാകുന്നു between two terminals of the electric cell. The bulb glows only when the current flows through the circuit. അതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലായിരിക്കുന്നത്. ബൾബ് എപ്പോഴേ കത്തുകയുള്ളൂ? അതായത് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോൾ, അതായത് ഒരു സർക്യൂട്ടിലൂടെ കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാകുന്നുള്ളൂ? ബൾബ് കത്തുന്നുള്ളൂ. നോക്കിയത് ഇതൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇത് രണ്ടിലൂടെ ഒരു വയർ എടുത്തിരിക്കുന്നു. വയർ എടുത്തിട്ട് ഇതിപ്പോൾ ഇതൊരു സ്വിച്ചായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ സേഫ്റ്റി പിൻ കണ്ടോ വെച്ചിരിക്കുന്നത്, ഈ സേഫ്റ്റി പിൻ വെച്ചിരിക്കുന്ന ഒരു സ്വിച്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സേഫ്റ്റി പിൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് സേഫ്റ്റി പിൻ അടച്ചു വെച്ചിരിക്കുമ്പോൾ ഇതൊരു സ്വിച്ച് വർക്കിംഗ് ആണ്, ഓൺ ആവും. അതേസമയം സേഫ്റ്റി പിൻ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇത് ഓഫ് ആവും. ആ രീതിയിലാണ് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ്? ഇവിടുന്ന് തുടങ്ങുന്നത് ഇതുവഴി ഇവിടെ എത്തും അല്ലേ? അപ്പോൾ ഇതൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഈ ബാറ്ററിയിൽ തുടങ്ങിയിട്ട് ബാറ്ററി തന്നെ അല്ലേ, ഈ സെല്ലിൽ ഇവിടുന്ന് തുടങ്ങി പോസിറ്റീവ് ടെർമിനലിൽ തുടങ്ങി നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെയുള്ളതാണ് സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ആകുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ ബൾബ് കത്തത്തുള്ളൂ. അതെപ്പോഴും ഓർത്തിരിക്കുക. ഇനിയും പിന്നെ നമുക്ക് നോക്കാവുന്നത് ഈ കറണ്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, കറണ്ട് പാസ് ചെയ്യുന്നു എന്നൊക്കെ. എപ്പോഴും ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ടിൻ്റെ ഫ്ലോ. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴാണ് ബൾബ് കത്തുന്നത്. അതെപ്പോഴും ഓർത്തോണം, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. The current is taken to be from the positive to the negative terminal of the electric cell. When the terminals of the bulb are connected with that of the electric cell by wires, the current passes through the filament of the bulb. This makes the bulb glow. And sometimes the electric bulb does not glow even if it is connected to the cell. This may happen to the bulb has fused. ഇനിയും പറയുന്നത്, നമ്മളിപ്പോൾ കറണ്ട് ഇതുവഴി കടന്നു പോകുന്നുണ്ട്, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പം ബൾബ് കത്തത്തില്ല. എന്താ കാര്യം? ഈ ബൾബ് ഫ്യൂസായി പോയിട്ടുണ്ടായിരിക്കും. ബൾബ് ഫ്യൂസായി പോകുമെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബൾബ് ഉപയോഗശൂന്യമായി പോയിട്ടുണ്ടായിരിക്കും. 2 റീസൺ ഉണ്ടല്ലേ. ബാറ്ററി യൂസ്ഡ് അപ്പ് ആയി പോയാലും ഇതിനകത്തൊന്നും നമുക്ക് കറണ്ട് കിട്ടത്തില്ല. ബൾബ് ഫ്യൂസായി പോയാലും കറണ്ട് കിട്ടിയാലും ബൾബൊട്ട് കത്തത്തുമില്ല. An electric bulb may fuse due to the many reasons. One reason of the bulb to fuse is break its filament. ഇതിൻ്റെ ഫിലമെൻറ്റ് നിങ്ങൾക്ക് ബൾബ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇതാ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു കമ്പിയാണ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഫിലമെൻ്റ്, ഈ കമ്പി ബ്രേക്ക് ആയി പോയിട്ടുണ്ടായിരിക്കും. നടുഭാഗം വെച്ചൊക്കെ സൈഡ് ഭാഗം വെച്ചൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. Break of the filament of an electric bulb means the break in the path of a current between the terminals of the electric cell. Therefore, fused bulb does not light up, so no current pass through it. അതായത് ഈ ഫിലമെൻറ്റ്, അതായത് ഈ ബൾബിനകത്തിരിക്കുന്ന ഫിലമെൻറ്റ് ഇത് മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എത്തുന്ന കറണ്ട് പിന്നെ ഇതിനകത്തിലൂടെ പാസ് ചെയ്യത്തില്ല അല്ലേ. പകുതി എത്തുന്നുണ്ടെങ്കിൽ ഇത് മുറിഞ്ഞു കിടക്കുക. അപ്പോൾ ഇതിനകത്തൂടെ പാസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് കറണ്ട്
ഇപ്പുറത്തെ ടെർമിനലിലേക്ക് വരാതെയും അതെന്താണ് ബൾബ് ഗ്ലോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. Can you now explain why the bulb did not glow when you tried to do with the arrangement shown in figure 12.5? അതെല്ലാം ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞതാണേ. ഇനി വേറൊരു ആക്ടിവിറ്റി. ടേക്ക് എ ടോർച്ച് ബൾബ് ആൻഡ് എ പീസ് ഓഫ് വയർ. റിമൂവ് ദ പ്ലാസ്റ്റിക് കവറിംഗ് ഓഫ് ദ ടു ends of the wire as did before. Wrap one end of the wire with the base of an electric bulb and fix the other end of the wire to the negative terminal of an electric cell with a rubber band. Now bring the tip of the base of the bulb, that is another terminal, in the contact with the opposite terminal of cell. Does the bulb glows? ഇനി നോക്കി, ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറാണ്. അതായത് ഒറ്റ വയറേ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് നമ്മുടെ ഈ ബൾബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കണക്റ്റും ചെയ്താണെങ്കിൽ കൃത്യമായിട്ട് ഈ ബൾബ് കത്തും. പക്ഷേ ഈ ബൾബ് ലേശം മൂവ് ചെയ്തിട്ട് ഇത് ടച്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ഈ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ഇത് ടച്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കത്തുകയില്ല. ആൻഡ് ഇലക്ട്രിക് സ്വിച്ച്. ഇനി എന്താ ഒരു സ്വിച്ച് എന്നുള്ളതാണ്. വി ഹാഡ് ആൻ അറേഞ്ച്മെൻറ്റ് ഫോർ സ്വിച്ചിങ് ഓർ ഓൺ ഓഫ് ഓഫ് ഹോം മെയ്ഡ് ടോർച്ച് ബൈ മൂവിങ് ദ ബേസ് ഓഫ് ദ ബൾബ് എവേ ഫ്രം ദ ടിപ്പ് ഓഫ് ദ സെൽ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് ഇത് ചേർത്ത് വെക്കുന്നു, എന്നിട്ട് പതിയെ പൊക്കുന്നു. അപ്പോൾ ഈ പതിയെ പൊക്കുമ്പോൾ അതൊരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നു, ഓഫ് ആകുന്ന പോലെ, സ്വിച്ച് ഓഫ് ആകുന്ന പോലെ. ഇത് ചേർത്ത് വെക്കുമ്പോൾ അത് ഓൺ ആകുന്ന പോലെ വർക്ക് ചെയ്യുന്നു. ദിസ് വാസ് എ സിമ്പിൾ സ്വിച്ച്. ഇനി നമുക്കൊരു വളരെ ഈസി ആയിട്ടൊരു സ്വിച്ച് ഉണ്ടാക്കാൻ പറ്റുമേ. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. 2 ഡ്രോയിങ് പിൻസ് എടുക്കണം, പിന്നെ ഒരു സേഫ്റ്റി പിൻ എടുക്കണം, പിന്നെ ഒരു വുഡൻ കാർഡ് ബോർഡോ തെർമോക്കോൾ ബോർഡോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, 2 ഡ്രോയിങ് പിൻസ് ഇതുപോലെ കുത്തിയിട്ട് അതിനകത്തേക്ക് ഈ സേഫ്റ്റി പിൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഇതിപ്പോൾ ഓപ്പണായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ആയിരുന്നു, ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. അതിനകത്തിലൂടെ കറണ്ട് കടന്നു പോകത്തില്ല, സ്വിച്ച് ഓഫ് പൊസിഷനിലാണ്. എന്നാൽ ഇതിലേക്ക് ചേർത്ത് വെച്ചാൽ, ഈ ഡ്രോയിങ് പിന്നിലേക്ക് ചേർത്ത് വെച്ചാൽ അത് ക്ലോസ്ഡ് സർക്യൂട്ടാവും. അതെന്ത് ചെയ്യാൻ പറ്റും, ചേർത്ത് വെച്ചാൽ അത് കറണ്ട് പാസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 2 ഡ്രോയിങ് പിൻസ്, ഒരു വുഡൻ കാർഡ് ബോർഡ് അല്ലെങ്കിൽ ഒരു തെർമോക്കോൾ കാർഡ് ബോർഡ് എടുത്തിട്ട് ഒരു സേഫ്റ്റി പിന്നും കൂടെ എടുത്ത് കണക്ട് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇതൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു, ഇത് പിന്നെ അതൊരു ബൾബിലേക്ക്, ഇവിടെ ബൾബാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സേഫ്റ്റി പിന്ന് ഈ ഡ്രോയിങ് പിന്നിലേക്ക് കയറ്റി കുത്തുമ്പോൾ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടായി. അങ്ങനെ ക്ലോസ്ഡ് സർക്യൂട്ട് ആകുമ്പോൾ ഇതിങ്ങോട്ട് വരും അല്ലേ, ഇതിങ്ങനെ ചേർന്ന് ഇതിനകത്തേക്ക് വരും ഇങ്ങനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തിലൂടെ കറണ്ട് കടന്നു പോവുകയും ബൾബ് കത്തുകയും ചെയ്യും. പക്ഷേ ഈ സേഫ്റ്റി പിൻ ഇച്ചിരി ഇങ്ങനെ മാറ്റിയിട്ടാൽ, തുറന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ടായി. ഓപ്പൺ സർക്യൂട്ടിന് ഒരിക്കലും കറണ്ട് കടത്തിവിടാൻ കഴിയുകയില്ല. അതെന്തായിട്ട് മാറും, ബൾബ് കത്താതെ ഇരിക്കാൻ പറ്റുന്ന ഈ ഒരു പൊസിഷനിലാണ് സേഫ്റ്റി പിൻ ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഇതൊരു ടെമ്പററി സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. 2 ഡ്രോയിങ് പിന്നും ഈ സേഫ്റ്റി പിന്നും ഈ കാർഡ് ബോർഡും. Now make a circuit by connecting an electric cell and a bulb with this switch shown in figure. Rotate the safety pin so that its free end touches the other drawing pin. അതായത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഈ സേഫ്റ്റി പിൻ എന്താണ്, ഒരു ഡ്രോയിങ് പിന്നെ കൊളുത്തിട്ട് അടുത്ത ഡ്രോയിങ് പിന്നിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. And the safety pin covered the gap between the drawing pins which you made it touch 2 of them. And in this position the switch is set to be on. അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് സ്വിച്ച് ഓൺ എന്ന പൊസിഷനിലാണ്. അതേസമയം ഇത് വിട്ട് നിൽക്കുമ്പോൾ അത് ഓഫ് പൊസിഷനിൽ ആണ്. ഓൺ പൊസിഷനിൽ വരുമ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, കറണ്ട് പാസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് അതിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്ത എക്സ്പെരിമെൻറ്റ് നോക്കിയ ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്തിട്ട് ഒരു ബൾബിലേക്ക് കൊടുത്തിരുന്നു. ആ ബൾബിലേക്ക് കൊടുത്തിരുന്നപ്പോൾ അല്ലേ, ഈ ചില ഭാഗത്ത് ഇങ്ങനെ കണക്റ്റ് ചെയ്യാതെ ഇട്ടിരുന്നപ്പോൾ ഇവിടെ എന്താണ് വന്നത്, ഒരു ഗ്യാപ്പ് വന്നു അല്ലേ. ഈ ഗ്യാപ്പിലൂടെ എന്താണ്, കറണ്ട് കടന്നു പോകത്തില്ല. ഈ ഗ്യാപ്പ് ഇല്ലാതിരിക്കുന്ന സമയത്ത് മാത്രമേ, അകലമില്ലാതിരിക്കുന്ന സമയത്ത് മാത്രമേ അതിലൂടെ കറണ്ട് കടന്നു പോകുന്നുള്ളൂ.
On the other hand, the bulb did not glow when the safety pin was not in touch with the other drawing pin. ആ ഡ്രോയിങ് പിന്നും സേഫ്റ്റി പിന്നും കൂടെ കണക്ഷൻ ഇല്ലാതിരിക്കുമ്പോൾ അതിനകത്തൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. The circuit was not complete as there was a gap between two drawing pins. That means ആ ഡ്രോയിങ് പിൻസിനിടയ്ക്ക് ഗ്യാപ്പ് വന്നതുകൊണ്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മളൊരു ടോർച്ചിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടോർച്ച്. ഇവിടെ ഇത് ഈ ടോർച്ചിൻ്റെ ഡിഫറെൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബൾബ് ഉണ്ടാവും, ഒരു റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് കേസ് ഉണ്ടാവും, അടപ്പ് ഉണ്ടാവും, പിന്നെ ഇലക്ട്രിക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബാറ്ററി, നമ്മൾ പറയത്തില്ലേ 2 സെല്ല് അല്ലെങ്കിൽ ബാറ്ററി, 2 സെല്ലുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാണ് സ്വിച്ച്, സ്ലൈഡ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ ഗ്യാപ്പ് വരികയും ഇല്ലാതിരിക്കുകയും. ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്കറിയാം കറണ്ട് പാസ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ സ്വിച്ച് ഇങ്ങനെ അമർത്തി കഴിയുമ്പോൾ ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് ഇല്ലാതാവുകയും, ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഇല്ലാതാവുകയും നമുക്ക് കാണാം. ഈ ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ സ്വിച്ച് നമ്മൾ താഴോട്ട് അമർത്തി കഴിയുമ്പോൾ ഈ ഗ്യാപ്പ് ഇല്ലാതാവുകയും സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ബൾബ് കിട്ടുന്നു. സമയം ഇവിടെ ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ നമ്മളത് പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ എന്താണ്, നമുക്ക് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാതെ വരികയും ബൾബ് കത്താതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സ്ലൈഡിങ് സ്വിച്ചാണ് അതിനെ വർക്ക് ചെയ്യുന്നത്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും, ബൾബ് കത്തും. പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ബൾബ് കത്തത്തുമില്ല. ആൻഡ് എ സ്വിച്ച് ഈസ് എ സിമ്പിൾ ഡിവൈസ് ദാറ്റ് ഐദർ ബ്രേക്ക് ദ സർക്യൂട്ട് ഓർ കംപ്ലീറ്റ് ഇറ്റ്. ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. The switches used in lighting of electric bulb and other devices in home work is the same principle through their designs and more complex. ഇത് സെയിം ആണ്. സ്വിച്ച് എന്ന് പറയുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള ഉപയോഗം ഇത് തന്നെയാണ്. ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലെ അത് ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ടേംസാണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. ഇലക്ട്രിസിറ്റിയിൽ ഇതിന് രണ്ടിനും ഒരുപോലെയാണ് ഇമ്പോർട്ടൻസ്. അതായത് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് കടത്തിവിടാത്തവയാണ്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക്, പിന്നെ ഈ തെർമോകോൾസ്, ഇതൊക്കെ ഇൻസുലേറ്റേഴ്സാണ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും, മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സാണ്. അത് കറണ്ട് കടത്തിവിടുന്നവയാണ്. അപ്പോൾ കറണ്ട് കടത്തിവിടുന്നതുകൊണ്ടാണ് വയേഴ്സൊക്കെ അലൂമിനിയം, കോപ്പർ എന്നുകൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇതിലൊക്കെ കറണ്ട് കടന്നു പോകാതെ ഇതിന് പ്ലാസ്റ്റിക് കോട്ടിങ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് ഇൻസുലേറ്റേഴ്സാണ്. ഒരു 5th ഒരു ആക്ടിവിറ്റി ഉണ്ടാണ്. ഡിസ്കണക്ട് ദ സ്വിച്ച് ഫ്രം ദ ഇലക്ട്രിക് കറണ്ട്. യൂസ് ആക്ടിവിറ്റി 4. ദെൻ യു ലീവ് വിത്ത് 2 ഫ്രീ എൻഡ്സ് ഓഫ് ദ വയേഴ്സ് ആസ് ഷോൺ. ബ്രിങ് ദ ഫ്രീ എൻഡ് ഓഫ് ദ 2 വയേഴ്സ് ക്ലോസ് ടു ലെറ്റ് ദം ടച്ച് ഈച്ച് അതർ. ഡസ് ദ ബൾബ് ഗ്ലോസ്. അതായത് ഇവിടെ നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു ഓപ്പൺ സർക്യൂട്ട് ഇട്ടേക്കാണ്. ഈ ഓപ്പൺ സർക്യൂട്ടിൽ നമുക്കറിയാം ബൾബ് കത്തത്തില്ല, കാര്യം ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ലാവുകയും ബൾബ് കത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഗ്യാപ്പിനകത്തിൽ ഇതിപ്പോൾ ഇത്രയും കണ്ട സ്പേസില്ലേ, അവിടെ പല സാധനങ്ങളും നമുക്ക് വെച്ച് നോക്കാം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരെണ്ണം വെച്ചേക്കുന്ന ഒരു താക്കോലാണ്. ഈ താക്കോൽ ഒരു മെറ്റലാണ് അല്ലേ, അതുകൊണ്ട് ഇതിനകത്തൂടെ കറണ്ട് കടന്നു പോവുകയും ബൾബ് കത്തുകയും ചെയ്യും. എന്നാൽ ഇവിടെ വന്നാൽ നമ്മളൊരു വുഡൻ പീസാണ് വെച്ചേക്കുന്നത് വിചാരിച്ചോ, ഇതൊരു വുഡാണ് വെച്ചേക്കുന്നത്. നമുക്കറിയാം ഈ വുഡിനകത്തിലൂടെ കറണ്ട് കടന്നു പോകത്തില്ല, അതുകൊണ്ട് തന്നെ ബൾബ് കത്തത്തില്ല. അപ്പോൾ ഇൻസുലേറ്റേഴ്സിനകത്ത് എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് കടന്നു പോകാത്ത വുഡ്, പ്ലാസ്റ്റിക്, ഇതൊക്കെയാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന വസ്തുക്കളെയാണ്, അതിനകത്തിലൂടെ കറണ്ട് കടന്നു പോകും. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കളക്ട് സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റൽസ്. കോയിൻ, കോക്ക്, റബ്ബർ, ഗ്ലാസ്, കീ, പിൻ, പ്ലാസ്റ്റിക് സ്കെയിൽ, വുഡൻ ബ്ലോക്ക്, അലൂമിനിയം ഫോയിൽ, കാൻഡിൽ, സ്വിങ് നീഡിൽ, തെർമോക്കോൾ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് ഈ ഒരു മെറ്റലാണ്, അത് കറണ്ട് കടന്നു പോകും.
ഇറേസർ റബ്ബറാണ്, അത് കറണ്ട് കടന്നു പോകത്തില്ല. പ്ലാസ്റ്റിക് കറണ്ട് കടന്നു പോകത്തില്ല, എഴുതണം ഇവിടെ നോ. വുഡ് കറണ്ട് കടന്നു പോകത്തില്ല. ഗ്ലാസ് കറണ്ട് കടന്നു പോകത്തില്ല. പക്ഷെ മെറ്റൽസ് യെസ് അല്ലേ, മെറ്റൽസ് എല്ലാം കറണ്ട് കടന്നു പോകും. കീയ്, ഇറേസറ്, സ്കെയില്, മാസ്റ്റിക്, ഗ്ലാസ് ബാങ്കിള്, നെയില്, അയൺ ഇതൊക്കെ. The bulb does not glow when the free end of the wires are in contact with some of materials you have tested. This means that these materials do not allow electric current to pass through them. On the other hand, some materials allow electric current to pass through them. These indicated the glowing bulb. Materials which allow electric current to pass through them are conductors of electricity. അതായത് മെറ്റീരിയൽസ് എന്താണ്, ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യുന്നതിന് എന്താണ് നമ്മൾ വിളിക്കുന്നത്? കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ചാലകങ്ങൾ എന്ന് പറയും. അതായത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നവ. ഇൻസുലേറ്റേഴ്സ്, ദേ ഡു നോട്ട് അലോ ഇലക്ട്രിക് കറണ്ട് ടു പാസ് ത്രൂ ദ. എന്നാൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു കാരണവശാലും കറണ്ടിനെ അതിനകത്തിലൂടെ കടത്തിവിടത്തില്ല. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സാണ് കേട്ടോ. അലൂമിനിയം, കോപ്പർ, ഇതെല്ലാം, സിൽവർ, ഇതെല്ലാം കണ്ടക്ടേഴ്സാണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്, തെർമോക്കോള്, പിന്നെന്താണ്, റബ്ബർ, ഇതെല്ലാം ഇൻസുലേറ്റേഴ്സാണ്. വിച്ച് മെറ്റീരിയൽസ് ആർ കണ്ടക്ടേഴ്സ് ആൻഡ് വിച്ച് റീകോൾ ദ ഒബ്ജക്ട്സ് ദാറ്റ് ഗ്രൂപ്ഡ് ദോസ് ലാസ്റ്റർ. അതുപോലെ തുരുമ്പിക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടക്ടേഴ്സ് ആയിരിക്കും. മെറ്റൽസൊക്കെ തുരുമ്പിക്കും ഇല്ലേ, അയണ്, കോപ്പറൊക്കെ തുരുമ്പിക്കും, അത് കണ്ടക്ടേഴ്സ് ആയിരിക്കും. വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. And when the switch was on the open position, when the two drawing pins are connected with each other through the thermocol sheet, but the thermocol you may have to found that insulator. അതായത് നമ്മളിപ്പം ആദ്യം കണ്ട, അതായത് നമ്മൾ ഒരു ഡ്രോയിങ് പിന്നും തെർമോക്കോൾ വെച്ച് ചെയ്തില്ലേ, 2 ഡ്രോയിങ് പിന്ന്, ഇതിൽ ഒരു സേഫ്റ്റി പിൻ കണക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വയറുണ്ട്, ഇവിടെ ഉണ്ട്. തെർമോക്കോൾ കണ്ടക്ട് ചെയ്യുന്നതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് ഇതുവഴി കയറി ഇതുവഴി പോയേനെ. പക്ഷേ തെർമോക്കോൾ കണ്ടക്ടർ അല്ല, അത് ഇൻസുലേറ്റർ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കറണ്ട് പോകാതിരുന്നത്. ഇനിയും ഇവിടെ ഉള്ള ഒരു ഗ്യാപ്പ് കണ്ടായിരുന്നല്ലോ, നമ്മൾ തെർമോക്കോളിൻ്റെ ഡ്രോയിങ് പിൻസിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ. ഈ ഗ്യാപ്പിൽ എന്താ ഉള്ളത്? എയറാണ്. അപ്പോൾ എയർ എന്താണ്? ഒരു ഇൻസുലേറ്ററാണ്. അത് മറക്കരുത് കേട്ടോ, എയർ ഒരു ഇൻസുലേറ്ററാണ്. Conductors and insulators are equally important for us. Switches, electric plugs and socket are made of conductors. On the other hand, rubber and plastic are used for covering electric wires, plug tops, switches and other part of electrical appliances which people might touch. അപ്പോൾ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിന് കാര്യം, കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിലേ കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റും അല്ലേ, കറണ്ടിന് കടന്നു പോകാൻ പറ്റും. പക്ഷേ ഇൻസുലേറ്റേഴ്സ് ഉണ്ടെങ്കിലേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ വയറിലൊക്കെ ഡയറക്റ്റ് ചെന്ന് പിടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കറണ്ട് അടിക്കും അല്ലേ, നമ്മൾ മരിച്ചു പോകും. അതേസമയം ഇതാണേലോ, അതിനൊരു കവറിങ്, പ്ലാസ്റ്റിക് കൊണ്ട് ഒരു കവറിങ് ഉണ്ട്, ആ കവറിങ്ങിലല്ലേ നമ്മൾ തുടങ്ങുന്നത്, അതുകൊണ്ട് നമുക്ക് കറണ്ട് അടിക്കത്തില്ല. ദാറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, യുവർ ബോഡി ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മുടെ ശരീരം എന്താണ്? ഒരു ഇലക്ട്രിസിറ്റിക്ക് കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന ഒന്നാണ് നമ്മുടെ ബോഡി. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. അടുത്ത ലെസണുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.